അപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് എന്താ വെച്ചാൽ ബീഫ് ഉള്ളിമുളകാണ്. അപ്പം അതിക്ക് വേണ്ടത് ചെറിയ ഉള്ളിയും ഉണക്കമുളക് ആണ് വേണ്ടത്, ക്രഷ് ചെയ്തതാണ് വേണ്ടത്. അപ്പം എൻ്റെ ഒരു സമാധാനത്തിന് ഇഞ്ചി വെളുത്തുള്ളിയും കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. ഒരു ലേശം എടുത്തിട്ടുള്ളൂ. ഞാൻ ഇവിടെ 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിൽ ക്രഷ് ചെയ്തെടുക്കാം. ഇത് ചോപ്പറാണ്. ഇതിൽ ജസ്റ്റ് ഒന്ന് ചോപ്പ് ചെയ്തെടുത്താൽ അതിലിട്ട് വേവിച്ചാനേ ഉള്ളതുള്ളൂ. അപ്പം ഞാനൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളകിട്ട് കൊടുത്തപ്പോൾ തന്നെ ഒരു സംശയം, അതിൽ മുളക് ക്രഷാവുക നല്ലോണം. ഒന്ന് ജസ്റ്റ് വറുത്തിട്ട് ഇടുകയാണെങ്കിൽ പെട്ടെന്ന് ക്രഷാവും. വറുക്കാത്തതിൻ്റെ പേരിൽ ഇത്ര ക്രഷൊന്നുമല്ല. ഒന്ന് വറുത്താൽ ടേസ്റ്റും കുറച്ച് കൂടും. കാരണം ടൈമില്ലാത്തതുകൊണ്ട് വറുക്കാനൊന്നും നിന്നിട്ടില്ല. അപ്പം ഒന്നിങ്ങനെ ക്രഷാക്കി കൊടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് ബീഫിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ ഇവിടെ ക്രഷായിട്ടുണ്ട്. അപ്പോൾ അത് അടിപൊളിയാണ്. ഇങ്ങനെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതിക്ക് വേറെ മസാല ആയിട്ട് ഒന്നും വേണ്ട, ഉപ്പ് മാത്രം മതി. മുളക് പൊടിയോ മഞ്ഞൾപ്പൊടിയോ ഒന്നും ഇട്ട് കൊടുക്കണ്ട. ഇതാ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ മുളകൊക്കെ ഞാൻ ഇതിനടുത്ത് മാറ്റി മിക്സിയിൽ അരച്ച് ചേർത്തിക്കണം. ഒന്നിങ്ങോട്ട് കറക്കി കൊടുന്ന് അതിലേക്ക് ഇട്ട് കൊടുത്തേക്കുക. അപ്പോൾ ഇത് കുക്കറിലേക്ക് മാറ്റി കൊടുക്കാം. കുക്കറിൽ ഇത് നന്നായിട്ട് വേവണം. ഓരോ ബീഫിനും ഓരോരോ വേവനുസരിച്ച് നല്ലോണം വെന്തിട്ട് അത് നമുക്ക് വറ്റിച്ചെടുക്കാം. അത് നല്ല നെയ്യുള്ള ബീഫാവുകൊണ്ട് നല്ലോണം വറ്റി കിട്ടിയിട്ടില്ല. നല്ലോണം വറ്റി ഡ്രൈ ഫ്രൈ ആവണം ശരിക്കും. പക്ഷെ അത്രയ്ക്ക് അങ്ങോട്ടായില്ല, എന്നാലും അടിപൊളി ടേസ്റ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇവിടെ ചട്ടി പാൻ വെച്ചിട്ട് അതിലേക്ക് തേങ്ങാക്കൊത്തിട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങാക്കൊത്തൊന്ന് മൂത്ത് വരുമ്പോഴാണ് ഞാൻ ബീഫ് തട്ടിക്കൊടുക്കുന്നത്. ബീഫും കറിവേപ്പിലയും കൂടെ തട്ടിക്കൊടുത്ത് ഒന്ന് വറ്റിച്ചെടുത്ത് നമ്മൾ അടിപൊളി ഉള്ളിമുളകും ബീഫ് റെഡിയാവും. അടിപൊളിയായിട്ട് ഉള്ളിമുളക് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇതെല്ലാത്തിൻ്റെ കൂടെ അടിപൊളിയാണ്. പക്ഷെ ഒന്നും കൂടെ എനിക്ക് വേണ്ടിയിട്ടുള്ളത് മോര് കറിയും ചോറും ഒക്കെ ആയിട്ട് തിന്നാനാണ് ഒന്നും കൂടെ എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം നല്ല അടിപൊളി സാധനം, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണം. അപ്പം ഞങ്ങളങ്ങനെ ഉച്ചക്കത്തെ ചോറൊക്കെ തിന്നു. ഓക്കെ, ബായ്.